ഹായ് ഫ്രണ്ട്സ്, ഒരു ബ്ലൂടൂത്ത് ബോർഡ് പിടിപ്പിക്കാൻ പോവാണ് DVD-യിൽ. ഇത് DVD HBD-TZ150 എന്ന് പറഞ്ഞ സെറ്റാണ്. ഇത് കാക്കനാട് എറണാകുളത്തു നിന്ന് വന്നാണ്. നമ്മളെപ്പോഴും പറഞ്ഞ പോലെ വേറെ പവർ സപ്ലൈ ആണ് നമ്മളെപ്പോഴും വെക്കുന്നത്, സെറ്റിന് യാതൊരു കംപ്ലൈൻറ്റും വരാതിരിക്കാൻ. അപ്പം സെറ്റിന്റെ കണ്ടീഷൻ എന്നാന്ന് ചെക്ക് ചെയ്യാം. ഒരു USB എടുത്ത് പാട്ട് പാടുമെന്ന് നോക്കട്ടെ. സ്റ്റോപ്പ് നോ USB ലോഡിങ് ആൻഡ് സ്റ്റോപ്പ്. നമുക്കിനി ലൈനിന് വർക്കാവുമോ? ഡിസ്കൗണ്ട് ഇതിനകത്ത് നമ്മളിട്ട് നോക്കിയതാണെന്ന് തോന്നുന്നു. നമ്മുടെ അല്ലേ കുട്ടനാടൻ മാർപ്പാപ്പ. നോ ഡിസ്ക്. ഹലോ ഹലോ നോ ഡിസ്ക് ആണല്ലോ പറയുന്നത്. വേറെ ഡിസ്ക് എടുത്തേ. നമ്മുടെ അല്ലത്, നമ്മുടെ കുട്ടനാടൻ മാർപ്പാപ്പ ഇവിടെയുണ്ട്. ഇത് വേറെ കുട്ടനാടൻ കസ്റ്റമറിലെ പുള്ളിയുടെ കുട്ടനാടൻ മാർപ്പാപ്പ. ഇനി നമ്മുടെ കുട്ടനാടൻ മാർപ്പാപ്പ നോക്കട്ടെ. അതും നോഡിസ്ക്കാണ് പറയുന്നത്. ഇനിയിപ്പം ചിലപ്പോൾ DVD ഒന്നും ആരും ഉപയോഗിക്കുന്ന കാണിയല്ല, ഈ ലൈനിനെ ഉപയോഗിക്കുന്നുള്ളതെന്ന് പുള്ളി ഒന്ന് വിളിച്ചു ചോദിക്കാം. അപ്പോൾ DVD എടുക്കുകയല്ല, ഇതെടുത്തു. വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇത് പ്ലേ ആകുന്നുണ്ട്. So tell me, what's his name? He spends his life theorizing a utopian environment. Jake just. ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? എന്താണ് സാറേ? എന്നാ മലപ്പുറത്ത് നിന്ന് STK ഉണ്ടോ? പിന്നെ വിളിക്കാൻ പറ. സർവീസിലാണേ, പിന്നെ വിളിക്കുക.
ദ ഹോളി ബൈബിൾ, ദൈവം ലോകത്തിന് കനിഞ്ഞു നൽകിയ വരദാനം, എഴുതപ്പെട്ട വിശുദ്ധ പാരമ്പര്യങ്ങളുടെ സമുച്ചയം, രക്ഷിക്കുന്ന ദൈവവചനത്തിന്റെ ജീവൻ. പിന്നെ റീഡ് ചെയ്യുന്ന ഇതാ ലോഡി സ്റ്റോപ്പ്. ഇപ്പോൾ നമുക്ക് വിടാം. DVD CD അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രായമുള്ള ആളല്ലേ. അപ്പോൾ നമുക്ക് പെൻഡ്രൈവിൽ അയക്കാം. ബ്ലൂടൂത്ത് പോരെ മുഴുത്ത സാധനം. ഇവിടെ വെക്കണോ, ഇവിടെ വെക്കണോ? ഇവിടെ വെച്ചാൽ മതി അല്ലേ? ഇവിടെ വരെ ഉണ്ടല്ലോ. ട്വൽവ് വോൾട്ട് അഡാപ്റ്റർ, ഒരു നല്ല PCB. ഇത് വെക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഇത് ഭയങ്കര വലുപ്പക്കുള്ള ഇവിടെ വെക്കത്തില്ല. 12 വോൾട്ട് വെച്ച് അത് 5 വോൾട്ട് തന്നെ ആയിരുന്നു. പക്ഷെ പൊട്ടിച്ചാൽ കവർ പൊട്ടിച്ചാൽ അകത്ത് ചെറുതാണോ, അങ്ങനെ പിന്നെ വയറും എല്ലാം കൊണ്ട് നേരെ കൊടുത്താൽ മതി. ഒരു അഡാപ്റ്റർ തല്ലി പൊട്ടിച്ച് അതിൻ്റെ ബോർഡൊക്കെ എടുത്ത് ഇതാണ് അഡാപ്റ്ററൊക്കെ എടുത്ത്. ഇതുണ്ട് 5 വോൾട്ട് അഡാപ്റ്റർ 1 ആമ്പിയർ എടുത്തു അത് ഫിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ തീവ്ര ശ്രമത്തിലാണ്. വലിയ തീവ്ര ശ്രമമൊന്നുമില്ല. അതെ ഓണമായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്ട് സ്പീഡിൽ വർക്ക് ചെയ്യാനുള്ള തീവ്ര ശ്രമം. പടപട നമ്മൾ വേറൊരു ഇൻപുട്ട് വരുന്നത്തേലും കൊടുത്തേക്കുക. അപ്പോൾ ഒന്നും സംഭവിക്കാനില്ല. ഫ്ലക്സ് കൊടുക്കാം. ഫ്ലക്സ് പാത്രം എന്ത് ഇനി ഗൂഗിളിൽ നിന്നെടുത്തു. പ്ലെയർ വർക്ക് ചെയ്യും. അതായത് ഇതിപ്പോൾ നമ്മൾ വേറെ സപ്ലൈ ആണ്. ഇതിൻ്റെ സെറ്റിൻ്റെ സപ്ലൈ നമ്മൾ കുത്തിയിരിക്കുകയാണോ? അല്ല, ഓക്കെ. സെറ്റിൻ്റെ സപ്ലൈ നമ്മളിവിടെ കൊടുത്തു. നമ്മൾ വേറെ ഒരു 5 വോൾട്ട് സപ്ലൈ വേണം നമുക്ക് ബ്ലൂടൂത്ത് പിടിപ്പിക്കാൻ. 5 വോൾട്ടിന് വേറൊരു അഡാപ്റ്റർ ഞാൻ റെഡിയാക്കിയതാണ്. ഇതൊന്ന് കറണ്ടെ കുത്തിയാൽ ഈ ലൈറ്റ് കത്തുമെന്നറിയാം. എങ്ങനെ ഞാൻ പിടിക്കാം? ഒന്ന് കുത്തിക്കുക, കറണ്ടെ കുത്തിക്ക്. ഈ ലൈറ്റ് കത്തുമെന്നറിയാം. ഇത് കുത്തിക്കും. ഓക്കെ, കത്തി. ഞാൻ എത്ര വോൾട്ടേജ് വരുമെന്ന് പിന്നെ നോക്കാം. 5 തന്നെ ആയിരിക്കും. നല്ല അഡാപ്റ്ററാണ്, എന്നുവെച്ചാൽ ഹെവി അഡാപ്റ്ററാണ്. 1 ആമ്പിയർ ഉള്ളതാണ്.
അപ്പോൾ നമുക്ക് അവനെ ഇവിടെ സ്ഥാപിക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് സ്ഥാപിക്കാം. അപ്പോൾ അവിടെ സ്ഥാപിക്കാൻ ആദ്യം അവിടെ ഒരു ഷീറ്റ് തന്നെ ഇടണം. ഒരു ഷീറ്റ് തരാം, ഒരു ഷീറ്റ് തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്. നമ്മളൊരു ഇൻസുലേറ്റർ വെക്കുകയാണ്. ഈ ഇൻസുലേറ്ററിൻ്റെ പ്രത്യേകത ഉണ്ട്, ഇത് തീ പിടിക്കാത്ത ഇൻസുലേറ്ററാണ്. എത്ര ചൂടായാലും ഇത് ചുരുങ്ങി പോകുന്നുള്ളതല്ലാതെ ഇത് തീ പിടിക്കത്തില്ല. ലിഥിയം ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസുലേറ്ററാണ്. ഈ ഗ്ലൂ ഗൺ ഇടുമ്പോൾ തന്നെ കണ്ടോ, പിന്നെ അവിടെ ചുരുങ്ങുന്നതല്ലാതെ അതോടെ സെറ്റാകുന്നതല്ലാതെ ഒരു കാരണവശാലും അത് തീ വെച്ച് കത്തിച്ചാൽ പോലും ഇത് തീ കത്തിയാലാത്ത സാധനമാണ്. അതാണ് നമ്മൾ അവിടെ ഇൻസുലേറ്ററായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നും. ഫിക്സായെന്ന് തോന്നുന്നു. ഫിക്സായി വരുന്നു. പിന്നെ ഒരിടത്തും പോകാതിരിക്കാൻ ആ വയറുമായിട്ടും നമ്മൾ ലിങ്ക് ചെയ്തു. AC വരുന്നതുമായിട്ട് ലിങ്ക് ചെയ്തു. എല്ലാം നമ്മൾ ഗ്ലൂ ഇട്ട് ഫിനിഷ് ചെയ്തു. ഇനി ഒരിടത്തും പോകത്തില്ല, ഒന്ന് സെറ്റായാൽ മതി. സെറ്റ് പോലും അറിയാതെ നമ്മൾ വേറൊരു പവർ സപ്ലൈ ഇവിടെ വെച്ചു. ഇപ്പോൾ പഴയ പവർ സപ്ലൈ നമ്മൾ അഴിച്ചിട്ടാണല്ലോ കണക്ഷനെല്ലാം കൊടുത്തത്. അതുകൊണ്ട് അവനെ തിരിച്ച് മുറുക്കാൻ പോകണം. മെറ്റൽ സ്ക്രൂ ആണ് അതിൻ്റെ മൊത്തം. ഇത് നമുക്ക് വയർ ഇവിടെ കൊണ്ട് നമുക്ക് ഇത് വെക്കാം. നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡ്. അപ്പോൾ ഇതിൻ്റെ സാധനമാണ്. നമ്മൾ ഈ കുറഞ്ഞ പവർ സപ്ലൈ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷിനൊക്കെ വരുന്ന ഡിഷിന് വെക്കുന്ന അഡാപ്റ്റർ 5 വോൾട്ട്. 5 വോൾട്ട് സെറ്റർ ബോക്സിനും ഡിഷിനും ഒക്കെ കൊടുക്കണം. അഡാപ്റ്റർ എടുത്താണ് നമ്മൾ പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്തത്. സെപ്പറേറ്റ് നമ്മൾ പവർ സപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ ആണെങ്കിലും നല്ല ഇതാണ്. ഇനി അതിന് വോൾട്ടേജ് നോക്കണം. നമ്മുടെ മൾട്ടിമീറ്റർ ചെയ്ത് അത് 5 വോൾട്ട് തന്നെയാണോ അവിടെ വരുന്നത് നമുക്കറിയണ്ടേ. മൾട്ടിമീറ്റർ 5 വോൾട്ട്. കറണ്ട് കുത്തിക്കും. ഇതല്ല എൻ്റെ സപ്ലൈ കുത്തി. ഇവിടെ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ലൈറ്റ് അവിടെ ഉണ്ട്. ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. എന്താ ഒരു റെഡ് ലൈറ്റ്. പിന്നെ വോൾട്ടേജ് നോക്കിയാൽ മതി. വോൾട്ടേജ് എപ്പോഴും റെഡ് ചിലപ്പം പോസിറ്റീവ് തന്നെ ആയിരിക്കാം. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. നമുക്ക് കൊടുത്ത് റെഡ് പോസിറ്റീവ് കൊടുത്ത് നോക്കാം. 5.2 കറക്റ്റ് വോൾട്ടേജാണ്. വോൾട്ടേജിനൊരു കുറവുമില്ല, എന്നാൽ വലിയ കൂടുതലുമില്ല. കറക്റ്റാണ് 5 വോൾട്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാം, വിശ്വസിച്ച് കൊടുക്കാം. വോൾട്ടേജ് ശരിയാണ്. ഇനി മീറ്റർ മാറ്റിക്കും. ഇനി ഇച്ചിരി ഷീൽഡ് വയർ വേണം. ഷീൽഡ് വയർ കുറേ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ നമുക്ക് കുറച്ച് ഷീൽഡ് വയർ ഉപയോഗിക്കാം. ഇതാണ് ഷീൽഡ് വയർ. നോയ്സ് ഒന്നും ഉണ്ടായിരിക്കും. ഇതിന് ഷീൽഡ് വയറിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്തേക്കാം. ഇവിടെ വരെ വരണം. ഇവിടം വരെ വരണം. അപ്പോൾ ഇത്ര ഇട്ടേക്കാം. ഇത് ഷീൽഡ് വയർ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നോയ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഷീൽഡ് വയർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു
എർത്തായിട്ട് ഇതിനകത്തൂടെ വരുന്ന ഷീൽഡിംഗ് ആണ്. ആ ഷീൽഡിംഗ് ആണ് ഇതിൻ്റെ നെഗറ്റീവ് കണക്ഷൻ എന്ന് പറയുന്നത്. ബാക്കി 2 ലൈനും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ സ്റ്റീരിയോ ഷീൽഡ് വെയർ ആണിത്. കണ്ടോ, സ്റ്റീരിയോ ഷീൽഡ് വെയർ. ഇപ്പം ഇതാണ് അതിൻ്റെ നെഗറ്റീവ്. ഇത് നെഗറ്റീവ് ആയിരിക്കും. മറ്റേ രണ്ടും പോസിറ്റീവ്, ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും. ഇത് നല്ല വയറാണ്. അപ്പോൾ നമ്മൾ ഈ ബോർഡയിലോട്ട് ആദ്യം കൊടുത്തേക്കാം. ബോർഡയിൽ സെൻട്രൽ ഗ്രൗണ്ട്, ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ സെൻട്രൽ ഗ്രൗണ്ട്, സോഞ്ചാൻ്റെ കൈ മുറിഞ്ഞല്ലോ. ഏത് അവിടെ ഫ്ലക്സ് വേണേ. ആണ്ടിരിക്കുന്നു. ഉം. ഇത് സ്ക്രൂവിൻ്റെ അപ്പുറം. നമ്മൾ നല്ല വൈറ്റ് ഫ്ലക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലക്സ് നല്ല ഫ്ലക്സ് ആണ്. ഇച്ചിരി വില കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഇനി 2 വയറൂടെ നമ്മൾ കൊടുത്തു. അത് ചാടിപ്പോകുന്നു. അതിനൊന്ന് മുട്ടിക്കുമോ അവിടെ കൊണ്ടുവന്ന അതൊന്നും അല്ല, ഞാൻ മുട്ടിക്കോളാം. ലെഡ് ഇവിടെ ലെഡ് ഇവിടെ എടുത്ത് വെച്ച്. അപ്പോൾ 3 ലൈനും റെഡിയായി. അതിൽ റെഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് ഔട്ടും വെള്ള റൈറ്റ് ഔട്ടുമാണ്. അതനുസരിച്ച് നമുക്ക് ഇവിടെയും ഇത് കൊടുക്കണം. ഇവിടെ കൊടുക്കുമ്പോൾ ഒരു ഇച്ചിരി ഇവിടെ നീട്ടണം. ഒരു കോഡ് വയർ ഇഞ്ഞെടുക്കുക. കോഡ് വയർ പോസിറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മൾ ഓക്സിലാണ് കൊടുക്കുന്നത്. ഓക്സിലൈനിൽ ഇതൊരു ഇന്ന്. ഓക്കെ, അടുത്ത് ഇന്ന്. പിന്നെ എർത്തേതാന്ന് നോക്കട്ടെ. എർത്ത് ഈ ബോഡി തന്നെ. അപ്പോൾ ബോഡിയിൽ അത് ചെയ്താൽ മതി. സോഞ്ചാൻ കണക്ഷൻ കൊടുക്കുകയാണ്. 3 കണക്ഷൻ കൊടുക്കണം. ലെഫ്റ്റും റൈറ്റും നോക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇടത്തു നിന്ന് പറയുന്ന ആൾ വലത്തും, വലത്തു നിന്ന് പറയുന്ന ആൾ ഇടത്തുമായി പോകും സ്റ്റീരിയോ ചെയ്യുമ്പോഴേ. ഇനി സപ്ലൈ മാത്രം കൊടുത്താൽ മതി. സപ്ലൈ ഇവിടെ കൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ സപ്ലൈയിൽ ചുമല പോസിറ്റീവും വെള്ള നെഗറ്റീവാണെന്ന് നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്ത് ഇപ്പോൾ കണ്ട് മനസ്സിലാക്കി. ഇനി ചുമല പോസിറ്റീവിലും വെള്ള നെഗറ്റീവിലും നല്ലപോലെ ഫ്ലെക്സ് ഇട്ട് കൊടുക്കണം. ഗ്രാഫി വെച്ചിട്ട് വേണം സോൾഡർ ചെയ്യാൻ. അതിന് മുമ്പ് നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും വരാതെ നല്ലപോലെ പിരിക്കണം. പിരിച്ച് വേണം അതിനകത്തോട്ട് കയറ്റിവിടാൻ. വോൾട്ടേജ് ഇന്ന് ഗ്രൗണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. വോൾട്ടേജിന് ഞാൻ കൊടുക്കുകയാണ്. വോൾട്ടേജിന് കൊടുത്തു. ഇനി ഗ്രൗണ്ട് കൊടുക്കുക. ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് വോൾട്ടേജാണ്. അത് തന്നെയാണ് വീഡിയോയുടെ ഗ്രൗണ്ടും.
ഇവിടെ കൊണ്ട് കൊടുത്താലും മതി, പക്ഷേ വേണ്ട, രണ്ടും രണ്ടായിട്ട് തന്നെ പൊക്കോട്ടെ, അതിൻ്റെ പ്രോപ്പർ സ്റ്റേജിൽ തന്നെ പൊക്കോട്ടെ. അപ്പം ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് വോൾട്ടേജ് ഇന്ന ഗ്രൗണ്ട്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഔട്ടും. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം, ഇച്ചിരി തിന്നറിഞ്ഞാൽ. ഈ നമ്മൾ കൊടുത്ത കണക്ഷനുകൾ ഈ ഷീൽഡൊക്കെ ഉള്ളതുകൊണ്ട് ഈ തമ്മിൽ മുട്ടാനൊക്കെ ഒത്തിരി ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇട്ടത്. പക്ഷെ ഇത് തമ്മിൽ മുട്ടിയിട്ടില്ലെന്ന് ഉറപ്പ് വന്നതിന് ശേഷം ഗണ്ണിടാം, ഗ്ലൂ ഇടാം. ഗ്ലൂ എങ്ങനെയെങ്കിലും ഇടാം. അത് മുട്ടിയിട്ടില്ലെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എർത്തും ലെഫ്റ്റൂടെ നോക്കുക, മുട്ടിയിട്ടില്ല. എർത്തും റൈറ്റൂടെ നോക്കുക, മുത്തിയിട്ടില്ല. കണക്ട് ചെയ്ത് കഴിഞ്ഞ് വല്ല മുട്ടിയിട്ടുണ്ടോ നോക്കണം, കാരണം ഇത്ര അടുത്താണല്ലോ ലൈന്. അപ്പോൾ ആദ്യം ലെഫ്റ്റും എർത്തൂടെ നോക്കണം, പിന്നെ ലെഫ്റ്റും റൈറ്റൂടെ നോക്കണം, പിന്നെ അതിന് ശേഷം പോസിറ്റീവ് നെഗറ്റീവ്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന 5 വോൾട്ട് ഉണ്ടല്ലോ, ഈ 5 വോൾട്ട് സപ്ലൈ കറക്റ്റാണോ, അത് തമ്മിൽ ഷോർട്ടിങ് ഉണ്ടോ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഒന്ന് നോക്കുക. ഇല്ലെന്ന് കണ്ടതിന് ശേഷം ഉറപ്പിക്കുക. പിന്നെ ഒരു ഇച്ചിരി പശയും കൂടെ അങ്ങോട്ട് ഗ്ലൂവും കൂടെ അങ്ങോട്ട് കൊടുത്താൽ അവനവിടെ ഇരുന്നോളും, വേറെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്കോട്ടം കയറി കഴിഞ്ഞാൽ ഒരു മുട്ടത്തില്ല. പിന്നെ നമുക്കിവിടെ അവനെ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്ത് അവിടെ ഇരുന്നോട്ടെ. ആ വയറും എല്ലാം കൂടെ കൂട്ടി അവൻ നേരെ നിന്നോളും. നമ്മുടെ ഏരിയൽ മണ്ടയിലോട്ട് നിർത്തിക്കും. ഇതുകൊണ്ട് ഇതാണ് ഏരിയൽ, ഇതാണ് ഈ മണ്ടയിൽ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഏരിയലും മണ്ടയിലോട്ട് നിന്നോട്ടെ. ബാക്കിയെല്ലാം ഇരുന്നോളും, വേറെ ശല്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഇരുന്നൊന്ന് സെറ്റായാൽ മതി. സെറ്റാകുമ്പോഴത്തേക്കും അപ്പോൾ ഇത് ഏരിയൽ മണ്ടയിലോട്ട് വരുന്ന പോലെ PCB ഇവിടെ ഗണ്ണിട്ടങ്ങ് വെച്ചാൽ മതി, അവിടെ ഇരുന്നോളൂ സാധനം. ഏരിയൽ മണ്ടയിലോട്ട് വരുന്ന പോലെ കണ്ടോ. പിന്നെ വയറിൻ്റെ ഇടയ്ക്കൊന്നും ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഏരിയൽ നമ്മൾ മണ്ടയിലോട്ട് വരുന്ന പോലെ അവനെ കുത്തി നാട്ടിൽ തന്നെ അവിടെ വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, പിന്നെ സപ്ലൈ വരുന്നുണ്ട്. നമ്മുടെ അഡാപ്റ്ററൊക്കെ ഇവിടെ നല്ല ഫിക്സ് ആയിട്ടുണ്ട്, ഒരു അനക്കമില്ല, അവനവിടെ ഉണ്ട്. ഇനി എല്ലാ വയറുകൾക്കും നമുക്ക് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പറഞ്ഞൊന്നും പോകത്തുമില്ല, വൃത്തിയായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും, ഷോർട്ടിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ ബ്ലൂടൂത്ത് പിടിക്കുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. വരുമോ, പിടിക്കുമോ, പാടുമോ, എന്താകും എന്ന് നോക്കാം. മൊബൈലെടുത്തോ, എൻ്റെ മൊബൈലിഞ്ഞെടുത്തോ, പാട്ട് വരുമോ എന്ന് നോക്കാം. പോവാം. ഫങ്ഷൻ പോയിട്ട് FM, USB, TV കേബിളിലിടുക. അതിന് ശേഷം നമ്മൾ ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യുക. ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് സെർച്ച് ചെയ്യുക, ഏതാണ് ഇതിന് വരുന്നതെന്ന് നോക്കുക. ഏറ്റവും അടിയിൽ GD82G വന്നു. ബ്ലൂടൂത്ത് കണക്റ്റഡായി. ഇനി നമുക്കൊരു പാട്ടിടാം. ഇതിനകത്ത് തന്നെ नीच को समझे तो घर की हवा को करे प्योर और रखे പാട്ട് കേൾക്കാമല്ലോ. 2 സ്പീക്കറേ കൊടുത്തിട്ടുള്ളൂ, 6 സ്പീക്കറുള്ളതാണ്. 2 സ്പീക്കറിൻ്റെ ഓഡിയോ വരുന്നുണ്ട്. ഇത്
അടിപൊളി. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. വർക്കിംഗ് ആണ്. ഇന്ന് തന്നെ അയച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ പണി ഇവിടെ നിർത്തുന്നു. എല്ലാം കൂടെ ഒന്ന് ഓടിച്ചെല്ലാം ഒന്ന് കാണിച്ചാൽ എല്ലാം റെഡിയാണ്. ഇതാണ്ട് എൻ്റെ വീഡിയോ തന്നെ കേൾപ്പിക്കാം. ഇന്നിപ്പോൾ മേശയിലെടുത്ത് വെച്ചിരിക്കുന്ന 3 സാധനങ്ങളാണ്. ഒന്ന് സോണിയുടെ പഴയ ഒരു വീഡിയോ ആണ്. RD എന്ന് പറഞ്ഞൊരു വലിയ പ്രൊജക്ടറാണ്. ഈ പ്രൊജക്ടറിന്റെ റിമോട്ട് ഫംഗ്ഷന്റെ പ്രോഗ്രാം നമുക്കിനി എല്ലാ ചാനലും ഉണ്ടോ എന്ന് നോക്കിയേക്കാം. സാംസങ്ങിന്റെ 5.1 ഇതിപ്പോൾ സറൗണ്ട് ഒരെണ്ണം കൊടുത്തു. സറൗണ്ട് കൊടുത്തു. സബ് ഊഫർ കൊടുത്തു. ഫ്രണ്ട് ചാനൽ അടുത്ത ചാനൽ. എല്ലാം ഓക്കെ. അപ്പോൾ നിർത്താം. സമയം പോയി. സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. വീഡിയോ മൊത്തത്തിലൊന്ന് കാണിച്ചാൽ എല്ലാ സ്ക്രൂവും കഴിഞ്ഞു. സ്പീക്കറും ചെക്ക് ചെയ്തു. എല്ലാ സ്പീക്കറും ഓക്കെയാണ്. സെറ്റ് നമ്മൾ ഓഫ് ചെയ്യുവാണ്. ഇതിനകത്ത് കുട്ടനാടൻ മാർപ്പാപ്പാണ്. പക്ഷേ ഡിസ്ക് എടുക്കത്തില്ല. ഇത് DVD ആണ്. DVD എടുക്കാൻ മടുപ്പുണ്ട്. ഉപയോഗിക്കാതിരുന്നിട്ടായിരിക്കും. ഡിസ്ക് ഇട്ടേക്കാം. നോ ഡിസ്ക്. നമ്മളെ ഇരിക്കുന്ന ഡിസ്കെല്ലാം എടുക്കുന്നുണ്ട്. എടുക്കുന്നുണ്ട്. ഇതാണ്ട് കറങ്ങുന്നുണ്ടെന്ന് ഒന്ന് വീഡിയോ എടുത്ത് ഒന്ന് കറങ്ങിയിട്ട് ഉണ്ട്. ലോഡിങ് എന്ന് പറഞ്ഞാൽ നോ ഡിസ്ക് എന്ന് പെട്ടെന്ന് വരും. അത് ഈ ലെൻസ് കംപ്ലൈൻറ്റ് വരുന്നതാണ് കുറച്ച് ഉപയോഗിക്കാതിരുന്ന് കഴിയുമ്പോൾ. പക്ഷെ കുറേ അങ്ങ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് എടുക്കുകയും ചെയ്യും. അതിനെല്ലാം ഉണ്ട്. കറണ്ട് പോയി. എല്ലാ പണികളും നിന്നു. വന്നു. ഓക്കെ. അപ്പോൾ ആ ഡിസ്ക് നമ്മൾ അതിനകത്ത് ഇട്ടു. ഇനി കവർ ഇടുകയാണ്. പവർ ആദ്യം ഊരാം. പവർ ഊരി എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഇത് കൂട്ട് ഹോം തിയേറ്ററുകളൊക്കെ ഇരിക്കുന്ന ആൾക്കാർ വെറുതെ ഉപയോഗിക്കാതെ വെച്ചാൽ അത് കംപ്ലൈൻ്റ് ആയിപ്പോവും. എൻ്റെ ആംപ്ലിഫയറിന് കംപ്ലൈൻ്റ് ആയിപ്പോവും. സൗണ്ട് കംപ്ലൈൻറ്റ് വരും. പുഷ് പവർ പ്രൊട്ടക്റ്റ് വരും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരും. ഇലക്ട്രോണിക്സ് ആയിട്ട് ഇലക്ട്രോണിക്സ് ആയിട്ട്. അപ്പം നമ്മൾ ഒന്നെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇത് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ കൊടുക്കുക ഒന്നെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ പറ്റിയാൽ നമ്മുടെ വീട്ടിലെ TV യെ തന്നെ കണക്ട് ചെയ്തിടുക. TV യുടെ ഹോം തിയേറ്ററായിട്ട് ഉപയോഗിക്കുക. അതായത് TV യുടെ സൗണ്ട് ഇതുവഴി ആക്കുക. അപ്പോൾ ഇത് കേടാതെ അവിടെ കിടന്നോളും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുമല്ലോ. പുതിയ വരുന്ന സൗണ്ട് ബാർ ഒന്നും ഇത്ര പോരാന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു സംസാരം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പ്ലെയർ കേടാകാതെ വരും. ബ്ലൂടൂത്ത് വേണ്ടവർക്ക് ബ്ലൂടൂത്ത് പിടിപ്പിച്ചാൽ ബ്ലൂടൂത്തിൽ പാട്ട് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സെറ്റ് ഞങ്ങൾ പാക്ക് ചെയ്യുകയാണ്. പാക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. ഓക്കെ. പാക്കിങ് ഞങ്ങൾ മാക്സിമം നിങ്ങൾ അയച്ച പോലെ തന്നെയാണ് ഇത് അയക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഡാമേജ് കൊറിയറുകാരുടെ ഇടയ്ക്കൊന്ന് വരാതിരിക്കാൻ ഞങ്ങളുടെ കൺട്രോളിൽപ്പെട്ട കാര്യമല്ലത്. അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ കൊറിയറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്മളിതിനകത്ത് ഉത്തരവാദിത്വം വെക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പുറകെ നടക്കാൻ നേരമില്ല. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. നിങ്ങളെങ്ങനെ അയച്ചോ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തിരിച്ചു വിടുന്നത്. DTDC ആണ്. DTDC ഏതെങ്കിലും നല്ല കൊറിയർ നോക്കിയാണ് വിടുന്നത്. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ള ഒരു സമയമാണ്. കാരണം ഇപ്പം ഓണസമയം ആയതുകൊണ്ട് എല്ലാവരും കൂടുതൽ പാഴ്സലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ഒരു സമയം. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ലപോലെ ക്ലിയർ ചെയ്ത് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ പൊട്ടാനാണേലും ഫ്രണ്ടൊക്കെ ആണല്ലോ പൊട്ടാൻ ചാൻസ് ഉള്ളൂ. ഇപ്പം ഞങ്ങൾ 1-2 എണ്ണമൊക്കെ ഇങ്ങനെ പ്രശ്നം വന്നതിൻ്റെ പേരിൽ ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരിൽ DTDCയുടെ 1-2 എണ്ണമൊക്കെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഒന്നുമില്ല കേട്ടോ. നേരെ വരുന്നു. അതിൽ ചില സെറ്റുകൾ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ചില സെറ്റുകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്നാ ചെയ്യും, നമ്മുടെ ഒരു ഭാഗ്യം. ഫ്രണ്ട് മാക്സിമം കവർ ചെയ്യുക, അതാണ് മെയിൻ അത്യാവശ്യം. ബാക്ക് ഒന്നും ഇടിച്ചാലോ മുട്ടിയാലോ ഒന്നും ബാക്കിനൊന്നും പറ്റിയല്ല. പക്ഷേ ഫ്രണ്ടിന് ശരിക്കും നമുക്കത് സംഭവിക്കും.
അപ്പോൾ നമ്മളത് പാക്ക് ചെയ്യുകയാണ്. അതിനകത്ത് കയറുമായിരിക്കും അത്. രണ്ട് സൈഡും ഫ്രണ്ടിലേക്കുള്ളത് നീട്ടം കൂടുതലുള്ള ഫ്രണ്ടിലേക്ക് വിടാം. അപ്പോൾ അത് ആ തെർമോക്കോളിനെയൊക്കെ നമ്മൾ കുട്ടപ്പനാക്കി നല്ല സൂപ്പറായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. പാക്കിങ് നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെ പാക്ക് ചെയ്തിട്ടും ഇത് ഇവന്മാർ പൊട്ടിക്കുകയാണെങ്കിൽ ഇവന്മാർ എന്നെ ചെയ്യാൻ പറ്റും കൊറിയറുകാർ. ഇതിൽ കൂടുതലൊന്നും ഒരു സാധനം പാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നല്ല മറ്റേ ടൈപ്പ് തെർമോക്കോളാണ്. ഇടിയല്ല, ഏത് വന്നാലും സിന്തറ്റിക് തെർമോക്കോളാണ്. സൂപ്പർ സാധനം. അത് 2 സൈഡും 4 മൂലയ്ക്കും വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ പാക്കിങ്. കണ്ടല്ലോ, ഇങ്ങനെ 4 മൂലയ്ക്കും വെച്ച് കറക്റ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഒരു ഹായ് പറഞ്ഞാൽ. ഹായ്, എല്ലാവർക്കും നന്ദി, നമസ്കാരം. പാക്കിങ് പാക്കിങ് പാക്കിങ്. ഇത് സ്ഥലം കാക്കനാടോ? എറണാകുളം. അതുകൊണ്ടൊരു പാക്കിങ്. ഓക്കെ.